ഇപ്പോൾ നമ്മളൊന്ന് കുഴിയാനെ പിടിക്കാൻ പോകണം. പണ്ടത്തെ നൊസ്റ്റാൾജിയാണ്. ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഔട്ട് ഹൗസൊക്കെ തുറക്കുമ്പോൾ നല്ല രീതിയിൽ പാമ്പൊക്കെ ഉണ്ടാകും നോക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഔട്ട് ഹൗസാണ്. ഇവിടെ മൊത്തം കുഴിയാനൊക്കെ കൂടുതലാണ്. ഫസ്റ്റ് കുഴിയാനുണ്ടോയെന്നറിയാനായിട്ട് ഒരു എറുമ്പിനെയൊക്കെ അടിച്ചു വന്ന് എറുമ്പിനെയൊക്കെ പാതി ജീവനിൽ ആ കുഴിയിലോട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതിൽ കുഴിയാനുണ്ട്. നമ്മൾ പിടിച്ചിട്ട എറുമ്പിനെ ആ കുഴിയാന പിടിച്ച് താത്തോണ്ട് പോയിട്ടുണ്ട്. ഈ കുഴിയിൽ അപ്പോൾ ചെറിയ എറുമ്പും ചെറിയ അതേപോലുള്ള ഐറ്റംസ് വീഴുമ്പം ഇതിനകത്ത് കിടന്ന് പിടയ്ക്കുമ്പോൾ ഈ വൈബ്രേഷൻ കണ്ടാണ് ഈ കുഴിയാന അതിനെ പിടിക്കുന്നത്. ഇനി ഇത് കുഴിച്ചു നോക്കണം. സാധനം ഈ സെയിം മണ്ണിൻ്റെ കളറാണ്. പിന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിനെ പുറത്തെടുത്തിട്ട് കുറച്ച് നേരം ഇത് അനങ്ങാതെ കിടക്കും, ചെത്തതുപോലെ കിടക്കും. അപ്പം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ കണ്ടില്ല, അടുത്തൊരു ഹോളുണ്ട്. കിട്ടി. ഇവനപ്പോൾ ആദ്യം നമ്മൾ പുറത്തെടുത്തുമ്പോൾ ഇവൻ ചത്തതുപോലെ കിടക്കും, അനങ്ങത്തില്ല. അനങ്ങിയ നമുക്ക് അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പിന്നെ ആദ്യം ഇങ്ങനെ ചത്തതുപോലെ കിടക്കും. ഇതാണ് ഐറ്റം. ആക്റ്റീവായിട്ടുണ്ട്. ഇതാണ് കുഴിയാന. എൻ്റെ ഒരു സർവൈവൽ സ്ട്രാറ്റജിയാണ്. ഇത് നമ്മൾ പിടിക്കുമ്പോൾ ഇത് ചത്തതുപോലെ കിടക്കും. ഇനിയിപ്പോൾ ആക്റ്റീവ് തറയിട്ടത് ആക്റ്റീവ് ആയിട്ടുണ്ട്. മണ്ണുണ്ടോ എന്ന് നോക്കിപ്പോ. മണ്ണുണ്ടെങ്കിൽ ഞാൻ കുഴിച്ച് കയറിപ്പോ. പിന്നെ വേറെ പ്രത്യേകത പുറകോട്ടാണ് നടക്കുന്നത്. അങ്ങനെയപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാൻ പോകും. അവൻ്റെ ഹാബിറ്റാറ്റിൽ തന്നെ അവനങ്ങ് റിലീസ് ചെയ്യാം. അപ്പോൾ ആക്ടിങ് കിങ്ങാണ്. നമ്മളവിടെ നിൽക്കുന്നുകൊണ്ടാണ് അവൻ കുറേ നേരം ചത്തത് കിടന്നത്.
കയറി പോയിട്ടുണ്ട്. എറുമ്പിനെ പിടിച്ചിട്ടില്ല, കുറച്ച് ഡിസ്ട്രസ് ആയിരിക്കണം, അതാണ് ആ എറുമ്പിനെ പിടിക്കായിരുന്നത്. ഇനി അവൻ ഇതേപോലെ ഒരു കൂടുണ്ടാക്കി, അവൻ ഇതേ കണക്ക് കൂടുണ്ടാക്കി വീണ്ടും പ്രാണികൾക്കായിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.